ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ജിൻഡോ എന്നൊരു മത്സരാർത്ഥി ഒരു അതിബുദ്ധിമാൻ എന്ന് തന്നെയാണ് ഞാൻ വിശേഷിപ്പിക്കുകയുള്ളൂ. കാരണം പുള്ളി നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ നൈസായിട്ട് സ്കോർ ചെയ്യാനുള്ള എല്ലാ അടവുകളും ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ സമയത്തിനനുസരിച്ച് അദ്ദേഹം കാര്യങ്ങൾ നീക്കുന്നുണ്ടെന്ന് എനിക്ക് പല സമയത്തും എനിക്ക് തോന്നാറുണ്ട്. സോ പലരും പറയും പുള്ളിയുടെ പല സമയത്തെ സ്വഭാവ രീതി അല്ലെങ്കിൽ സംസാര രീതി സംസാരിക്കാൻ അറിയാത്തവൻ അല്ലെങ്കിൽ ഒരു പൊട്ടൻ എന്ന രീതിയിലൊക്കെ പലരും അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ പോലും പല മത്സരാർത്ഥികൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു അതിബുദ്ധിമാൻ എന്ന് ഞാൻ പറയുള്ളൂ. സോ ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ഡാസ്ലറിൻ്റെ ഒരു ഫാഷൻ റാമ്പ് വാക്കും മറ്റു കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ അതിൽ വിന്നറായി വന്നത് നമ്മൾ ജാസ്മിൻ്റെ ടീമായിരുന്നു. അതായത് ജാസ്മിൻ അടങ്ങുന്ന മൂന്നംഗമുള്ള ആ ഒരു ടീമായിരുന്നു അതിൽ വിന്നറായി വന്നത്. സോ ജഡ്ജസ് നമ്മൾ ബോയ്സ് ഗ്യാങ് ആയിരുന്നു നമ്മൾ ജഡ്ജസ് ആയിട്ട് ഉണ്ടായിരുന്നത്. സോ എനിക്ക് തോന്നിയത്, അതായത് നമ്മൾ വിന്നേഴ്സായവരിൽ ജാസ്മിനാണ് അവസാനം ആ ഒരു പ്രൈസ് മണി, ആ ഒരു സമ്മാനം ഏറ്റുവാങ്ങുന്നത്. പക്ഷേ ആദ്യം വന്ന വ്യക്തിക്ക് സമ്മാനം കൊടുക്കുന്നത് ഋഷി ആയിരുന്നു. രണ്ടാമത് വന്ന വ്യക്തിക്ക് സമ്മാനം കൊടുക്കാൻ ഋഷി നമ്മൾ ജിൻഡോയെ വിളിക്കുന്നത് നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ക്യാമറ മാറുന്നുണ്ട്, നമ്മൾ ആ ലൈവ് കണ്ടില്ല. പക്ഷേ മുമ്പോട്ട് വരുന്നത് നമ്മളെ അർജുൻ ആയിരുന്നു. പിന്നെ മൂന്നാമതായി ജാസ്മിന് ആ ഒരു ഗിഫ്റ്റും ആ ഒരു വിന്നറിൻ്റെ ആ ഒരു ഇതും കൊടുക്കുന്നത് നമ്മളെ ജിൻഡോ ആണ്. സോ ശരിക്കും പറഞ്ഞാൽ ജാസ്മിന് ജിൻഡോ ആ ഒരു പ്രൈസ് കൊടുത്തത് നമ്മളെ ഋഷിക്കല്ല നമ്മളെ ഗബ്രിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ തോന്നുന്നു. കാരണം ആ ഒരു ടാസ്ക് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നില്ല. ആ ഒരു റാമ്പ് വാക്കും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം ഗബ്രിയുടെ മുഖം കടുന്നല് കുത്തിയ ആളുകളുടെ മുഖം പോലെയാണ് ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ തോന്നുന്നത്. കാരണം നമ്മളെ ജിൻഡോയ്ക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന രണ്ട് വ്യക്തികളായിരുന്നു നമ്മളെ ഗബ്രിയും അതുപോലെ തന്നെ ജാസ്മിനും. ഒരുപാട് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്, ഇവനൊക്കെ എവിടത്തെ ജഡ്ജായിരുന്നു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഫഷൻ അടക്കം വളരെ മോശമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ടാസ്കിൽ നമ്മളെ ഗബ്രി ആ ഒരു ടാസ്കിൽ അത് ദേഹത്ത് ഒട്ടിക്കാൻ സമയത്ത് അദ്ദേഹത്തിന് തൊടാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിന് മേലെ വെച്ച് കൊടുക്കാൻ ശ്രമിച്ചിരുന്ന രണ്ട് വ്യക്തികൾ തന്നെ ആയിരുന്നു. അവസാനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു പ്രൈസ് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ നമ്മൾ കണ്ടത്. ശരിക്കും പറഞ്ഞ് ജിൻഡോ ഒരു ബുദ്ധിമാൻ തന്നെയാണ്. കിട്ടുന്ന അവസരങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം എവിടെ സ്കോർ ചെയ്യാൻ പറ്റും, എവിടെ സ്കോർ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തികൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അദ്ദേഹത്തിന് ഗെയിം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചില ആക്ടിങ്ങും അല്ലെങ്കിൽ ചില ബോഡി ലാംഗ്വേജൊക്കെ അല്ലെങ്കിൽ ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം നമ്മളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കും. പക്ഷേ തീർച്ചയായും അദ്ദേഹം ഒരു അതിബുദ്ധിമാൻ തന്നെയാണ്. ഇനി വൈൽഡ് കാർഡ് എൻട്രീസ് കൂടെയൊക്കെ വരുമ്പോൾ ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ കളി എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി. തീർച്ചയായും വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും പ്രേക്ഷകരും എല്ലാവരും തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു.